Congress General Secretary Priyanka Gandhi on Saturday launched a scathing attack on the Kerala government against its alleged inaction. KRTC report. You know, like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. ഒരു കാര്യം പറയട്ടെ, ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു കളിക്കാരൻ എതിർഭാഗത്തുള്ളവരോട് അനുരഞ്ജനം, ഒത്തുകളി നടത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കളി ജയിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ചെയ്യുന്ന, അനുരഞ്ജനം ചെയ്യുന്ന, ഒത്തുകളിക്കുന്ന ആളാണ്. അദ്ദേഹം എന്റെ സഹോദരനെയും കോൺഗ്രസ് പാർട്ടിയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJPക്കെതിരെ ഒരക്ഷരം പറയുന്നില്ല. Have you ever thought about it? His name came up in so many scams, Life Mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്വർണ്ണ കള്ളക്കടത്തിൽ, ലൈഫ് മിഷൻ അഴിമതിയിലൊക്കെ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തത്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Kerala BJP president was caught with crores during the election. No action was taken on him. കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കയ്യിൽ കോടികളുമായിട്ട് പിടികൂടി. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. One man walked from Kanyakumari to Kashmir to beg this country to unite, to show you the way that was the way of Gandhiji, the way of peace, the way of harmony, the way of progress. ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഗാന്ധിജിയുടെ മാർഗത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിനോട് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. He spoke to you, he mingled with you, he asked you what your problems are, he understood the greatest suffering today is being caused by unemployment and price rise. He spoke about these issues and he continues to speak about these issues. അദ്ദേഹം ഈ നടന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളോട് ഇടപഴകി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. This man raises his voice against injustice. He stands for the truth. He fights for the truth. He fights for democracy. And the Chief Minister of Kerala only attacks this one man. ഈ മനുഷ്യൻ അനീതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്നിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനെതിരെ മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? So my friends, with all the problems that you are facing, the difficulties in your daily life, the rising unemployment, the rising prices, all these immense problems my fishermen brothers and sisters are also facing here, do you not expect that your chief minister and the prime minister should be addressing these problems? നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ സാധാരണ ജനങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയും